സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാനില്ലാത്തപ്പോൾ നമ്മൾ വീട്ടിലൊരു ചക്ക കഴിച്ചിട്ട് പോകും. അപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതെന്തായിട്ട് നിന്നെ ചക്ക മണക്കണേന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ചോറ് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചക്ക കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയും. പക്ഷെ നമുക്ക് ചോറില്ലാഞ്ഞിട്ടാണ് ചക്ക കഴിച്ചിട്ട് വന്നതെന്ന് അവർക്കും അറിയത്തില്ല. ഇന്നും ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല അവർക്ക്. ഇപ്പോഴായിരിക്കും അവരെന്നെ കാണണേ. ഇപ്പോൾ കാണുമ്പോൾ പറയും അന്നത്തെ ആൾ ഇന്ന് ഇങ്ങനെ ആയി എന്നൊരിതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നമ്മൾ എങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. മമ്മി വേറൊരു വീട്ടിൽ വൈകുന്നേരങ്ങളിൽ പുല്ലുപറി, അതുപോലെ തുണി അയൺ ചെയ്യൽ, തുണി വാഷ് ചെയ്യൽ, അങ്ങനത്തെ ഉള്ള ജോലിക്കൊക്കെ മമ്മി പോയിരുന്നു. അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം മമ്മി പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അവർ കാശ് തരുമല്ല. കാരണം നമ്മൾ താമസിക്കുന്നത് അവർ റബ്ബർ വെട്ടുന്ന ആളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ വാടക കൊടുക്കണ്ടെന്നേ ഉള്ളൂ. നമുക്കവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം. അവർക്ക് റബ്ബർ വെട്ടി കൊടുത്താൽ മതി. റബ്ബർ വെട്ടുമ്പോൾ അവർ കാശ് തരും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അന്ന് പറ്റില്ല, വരാൻ പറ്റില്ല എന്ന് പറയത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പം അവർ 2 കുറ്റി പുട്ട് കൊടുക്കും, 2 ചെറിയ കഷ്ണം പുട്ട്. അത് പിള്ളേർക്ക് എടുത്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അമ്മ പോണേ. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളൂ. പുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് പുട്ടൊന്നും വേണ്ട. അന്ന് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം അതിൻ്റെ തേങ്ങയും വരുന്ന ആ ഒരു ഏരിയ കിട്ടാനായിരുന്നു അന്ന് ഏറ്റവും ഇഷ്ടം. നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് മമ്മി ചെയ്ത കാര്യങ്ങളാണ്.